ഞാനും ജോസും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഡേറ്റിന് വേണ്ടി പോകാറുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങളിരുന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നതെന്ന് വെച്ചുകൊണ്ട്. അപ്പം ഞങ്ങൾ പോയ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തായിട്ട് കണ്ട ഒരു ഐസ്ക്രീം ഷോപ്പായിരുന്നു ഇത്. ഞങ്ങളവിടെ ചെന്നത് ഞാൻ ഒന്നുമേ പ്രതീക്ഷിക്കാതെയാണ് അവിടെ പോയത്. എന്തെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഈ സ്ഥലം ഇത്രയും ഹൈപ്ഡ് അപ്ഡ് ആണോ എന്ന് വെച്ചുകൊണ്ട് ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ആക്ച്വലി വീഗൻ ഐസ്ക്രീം ഓൺലൈൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം വന്നത് ഇതായിരുന്നു. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ അവിടെ പോയത്. അവിടെ പോകുമ്പോഴത്തേക്കും ഞാൻ കണ്ടത് ഒരു നീണ്ട ലൈനായിരുന്നു. ആ ലൈൻ കണ്ടപ്പോൾ ജോസിനോട് പറഞ്ഞു നിന്നോട് ആദ്യമേ പറഞ്ഞതല്ലേ ആൽബർട്ടൈനിൽ നിന്ന് വല്ലതും വാങ്ങിച്ചാൽ മതി എന്ന് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ആൽബർട്ടൈനിലെ ഐസ്ക്രീം ഒന്നും ഇഷ്ടമില്ല. അങ്ങനെ പിന്നെ എന്നെ ഡേറ്റിന് കൊണ്ടുപോയതല്ലേ, ഈ ഒരു ഡേറ്റിന് നമ്മൾ വഴക്കൊന്നും ഇടണ്ടെന്ന് വെച്ചുകൊണ്ട് അവൻ കോംപ്രമൈസ് ചെയ്തിട്ട് എൻ്റെ കൂട്ടത്തിൽ അവിടെ നിന്നു. ആ നീണ്ട ക്യൂവിൽ ഒരു 10 മിനിറ്റ് മാത്രം നിന്നുള്ളൂ. 10 മിനിറ്റ് അവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ വൈഡ് റേഞ്ച് ഓഫ് ഓപ്ഷൻസ് കണ്ട് ഞാൻ ഫുൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്തിന് ഞാൻ വീഗൻ ഐസ്ക്രീം ആദ്യം ഒരു വട്ടം കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അന്ന് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷേ ഞാനിപ്പം ഡയറി പ്രോഡക്റ്റ്സ് എല്ലാം അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. എനിക്ക് വീഗൻ തന്നെ കഴിച്ചേ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് എന്നാൽ മാംഗോ ആൻഡ് കോക്കനട്ട് തരാൻ പറഞ്ഞു. ജോസ് ഓർഡർ ചെയ്തത് ചോക്ലേറ്റ് ആൻഡ് ബട്ടർ സ്കോച്ച് ആയിരുന്നു. ഇതായിരുന്നു എൻ്റെ മാംഗോ ആൻഡ് കോക്കനട്ട്. കാണാൻ അടിപൊളിയായിരുന്നു. ടേസ്റ്റ് ചെയ്തപ്പം എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. എനിക്ക് നോർമൽ ഐസ്ക്രീം ഞാൻ കഴിക്കുന്നതിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതായിരുന്നു. ലൈക്ക് ഐ ആം സോ ഹാപ്പി. ഞാൻ വീഗൻ ഐസ്ക്രീം കഴിക്കുക എന്നിട്ടും എനിക്കൊരു ഇങ്ങനെ തോന്നുന്നില്ലായിരുന്നു. അയ്യോ ഞാൻ മിസ് ചെയ്യുന്നില്ലായിരുന്നു നോർമൽ ഐസ്ക്രീം. എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. ഐ വാസ് സോ സാറ്റിസ്ഫൈഡ്. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ്. ആ കോക്കനട്ട് ഐസ്ക്രീം തേങ്ങാപ്പാലും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഐസ്ക്രീം. അപ്പം നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ ചൂട് കാലാവസ്ഥയ്ക്ക് പറ്റിയ ഐസ്ക്രീമായിരുന്നു. ഇതായിരുന്നു ജോസിനും കുറേ ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഒക്കെ സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ ജോസ് ആദ്യം ഇച്ചിരി ഇങ്ങനെ എന്ന് വെച്ചോണ്ടൊക്കെ മോഹമൊക്കെ ഉണ്ടാക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിച്ച് കഴിയുമ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെടും. സോ അതായിരുന്നു നമ്മുടെ ഒരു ഷോർട്ട് ട്രിപ്പ് ടു ദിസ് അമേസിങ് ഐസ്ക്രീം പ്ലേസ്. നെക്സ്റ്റ് ടൈം ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഡു ട്രൈ ദിസ് പ്ലേസ്. ബൈ ബൈ.